വേസ്റ്റ് ട്രാക്ക് എന്ന പ്രോഗ്രാമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമുക്ക് നിസാൻ അർമഡ V8നെ കുറിച്ച് അതിൻ്റെ ഓണറോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. താങ്കൾ ഈ വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 2 വർഷത്തോളം. 2 വർഷം. എന്തൊക്കെയാണ് ഇതിന്റെ ഫെസിലിറ്റീസ്, എന്തൊക്കെയാണ് ഇതിന്റെ ഓപ്ഷൻസ്, ഒന്ന് നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒരു ടെസ്റ്റ് ഡ്രൈവ് ആവാമല്ലേ? ഓക്കെ, കയറാം, നമുക്ക് വണ്ടിയിലോട്ട് കയറാം. നമുക്ക് ഇനി ടെസ്റ്റ് ഡ്രൈവിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ ഫെസിലിറ്റീസ്? ഹാൻഡ് ബ്രേക്കും എല്ലാം ഉണ്ടോ ഇതിന്? ഹാൻഡ് ബ്രേക്ക് അങ്ങനെ ഉണ്ടോ ഇതിന്? ഉണ്ടോ? ഉണ്ടല്ലേ. ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഇത് ഞാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇടാവൂ. ഓ, അത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഞാൻ വിചാരിച്ചത് അത് ക്ലച്ച് ആണെന്നാണ്. അത് ക്ലച്ച് അല്ല, ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഇതിനെ കുറിച്ച് പറയാനുള്ളത് വണ്ടി സ്റ്റിയറിംഗ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാൽ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും, വലത്തോട്ട് പോകും. സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് പോകും. അത് വളരെ വളരെ അത്ഭുതമാണ്. ഇത് വേറെ തരും, ഇടത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ടും പോകും, ഇടത്തോട്ടും പോകും. അതാണ് ഈ വണ്ടിയുടെ മെയിൻ ഗുണം, അതാണ്. പിന്നെ മറ്റുള്ള വണ്ടികളെക്കാട്ടിൽ കൂടുതൽ വ്യത്യാസം വെച്ചാൽ ഇതിന് 4 വീലും പ്രത്യേകിച്ച് കറുപ്പാണ്. 4 വീലും കറുപ്പായിരിക്കും. അത് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ അതല്ല സ്റ്റെപ്പിനി കറുത്തതായിരിക്കും. സ്റ്റെപ്പിനും കറുത്തതായിരിക്കും. അതാണ് ഇതിന്റെ കുറച്ച് പ്രത്യേകത. ലക്ഷറീസ് വണ്ടി കൂടുതലും കണ്ടുവരുന്നത് ഈ അമേരിക്ക അല്ലേ? അതെ, അമേരിക്കയിലാണ്. നിസാൻ അർമഡ ഞാൻ അറിഞ്ഞെടുത്തോളം അമേരിക്കൻ കമ്പനിയാണ്. അത് താങ്കൾ എങ്ങനെ സ്വന്തമാക്കി? എന്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്കിങ്ങനൊരു വണ്ടി എടുക്കണം. ഞാനിപ്പോൾ ഉറങ്ങുന്നതും ഞാൻ ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഈ കാരണത്ത് തന്നെ. ഇപ്പൊ എന്റെ ഒരു സ്വന്തം മുത്താണ്, ഞാൻ മുത്ത എന്നാണ് വിളിക്കുന്നത്. ഈ ലക്ഷസ് വണ്ടി മുത്ത എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് നിങ്ങൾക്ക് മാറ്റിക്കൂടെ? ഞാൻ പേര് മാറ്റാറില്ല, എനിക്ക് ഇഷ്ടം മുത്തെന്നാണ്. മുത്ത്, എന്റെ ആർബട മുത്ത്. നിങ്ങൾ ഈ മുത്തിനെ എന്തുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇതിന്റെ സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇടത്തോട്ട് വലത്തോട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വലത്തോട്ട് പോകും. നമുക്ക് പോകണം, എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ആ വണ്ടി നമ്മളുണ്ടെങ്കിൽ പോവാണ്. ഇപ്പോൾ ഇടത്തോട്ട് പോകും വണ്ടി, കണ്ടു, ഇടത്തോട്ട് പോകും. അതൊരു അത്ഭുതമാണ്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത, സ്റ്റിയറിംഗ് വലത്തോട്ടൊടിച്ചു കഴിഞ്ഞാൽ വണ്ടി വലത്തോട്ട് പോകുന്നു, ഇടത്തോട്ടൊടിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകുന്നു. അതൊരു വളരെ വലിയ പ്രത്യേകതയാണ്. അടുത്തത് കാണാം നമുക്ക്. ഈ വണ്ടിയുടെ ബോഡി ഏത് ടൈപ്പാണ്? ബോഡി ഞാൻ ഉദ്ദേശിച്ചത് വണ്ടിയുടെ ഈ ബോഡി. ഇത് വണ്ടി. അതെ, വണ്ടിയുടെ ഈ ബോഡി. വണ്ടിയുടെ ബോഡി അതെനിക്കറിയാം. അത് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്, വണ്ടിയുടെ ബോഡിയാണ്. ഇത് വണ്ടിയുടെ ബോഡിയാണ്. അത് ഏത് ടൈപ്പാണെന്നാണ് ഞാൻ? ഇത് ടൈപ്പ് പുതിയതും പഴയതും എല്ലാം ഉണ്ട്. നമുക്കിത് നല്ല ടൈപ്പാണ്. പിന്നെ വണ്ടിയുടെ ഏകദേശം എത്ര നീളം വരും? ഏകദേശം എത്ര നീളം ഇപ്പൊ ഒരു 28 അടി 28 അടി നീളോ? അല്ലെങ്കിൽ ഒരു നിസാൻ അർമഡ V8 അല്ലേ? V8 ആണ്. ലോറി അല്ലല്ലോ. ഒരു 15 അടി വരും. 10 അടി നീളമല്ലേ ഉള്ളൂ ഇത്? നിസാൻ അർമഡയ്ക്ക് 10 അടിയാണോ? അതെ, 10 അടിയാണ്. ഞാൻ 3 സൈഡോട് കൂട്ടിയാണ് ഞാൻ. അങ്ങനെ. അതാണ്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിന്റെ വീലിന് ശ്രദ്ധിച്ചാൽ വീല് ഇവിടെ അല്ലേ? വീല് ഇവിടെ ആണ് പറഞ്ഞു. അപ്പൊ ഈ വീല്, വീല് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. വീലിന്റെ ഫെസിലിറ്റി, വീലിന്റെ പ്രത്യേകത എന്താണ്? ഈ വീലിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് കാറ്റ് ശേഖരിച്ചു വെക്കാം. കാറ്റ് ശേഖരിച്ചു വെക്കാം. ഞാൻ ഒരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ കാറ്റ് ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനമാണ് ഈ വണ്ടിക്ക്. ഈ ടയറിനുണ്ട്. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അതാണ് മറ്റുള്ള വണ്ടികൾക്കൊന്നും അതില്ല. അതെ, മറ്റുള്ള വണ്ടിക്കൊന്നും ഇല്ല. എന്റെ പൊന്ന് മുത്ത് ആർമഡയാണ്. മുത്ത് അർമഡ. ഓക്കെ, നമുക്ക് പേര് അടുത്ത പ്രാവശ്യം മാറ്റാം. മുത്ത് അർമഡ. ഏകദേശം ഇതിന് ഇന്ത്യൻ റുപ്പി എത്ര വരും? ഇത് ഒരു മില്യൺ വരും. ഇന്ത്യൻ റുപ്പി മില്യണോ? ഇന്ത്യൻ റുപ്പി മില്യൺ ഇല്ല. സോറി, ഞാനിപ്പോ 2 ഇയർ ആയി. ഇന്ത്യയിലെ റുപ്പിയാണ്. സോറി, ഇന്ത്യ ഇപ്പൊ റുപ്പിയായി. ഞാനിപ്പോ 2 വർഷമായി ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട്. അതിന്റെ മുന്നേ റുപ്പി ആയിരുന്നല്ലോ. ഏകദേശം ഇന്ത്യൻ റുപ്പി വരും. ഞാൻ അങ്ങനെ കാശ് കൊണ്ടുള്ള പരിപാടിയില്ല, എല്ലാം ബാങ്ക് ഇടപാടാണ്. അങ്ങനെയുള്ള അങ്ങനെ ബാങ്ക് ഇടപാട്. ഏകദേശം എത്ര രൂപ വരും? എനിക്ക് മില്യൺ കണക്ക് വരത്തുള്ളൂ. അത് ഇപ്പൊ ഒരു 45 ലക്ഷം രൂപ. 45 ലക്ഷം രൂപ നിസാൻ അർമഡ. നിസാൻ അർമഡയ്ക്ക് ഇന്ത്യൻ താരതമ്യം ചെയ്ത് അത്ര കണ്ടാ പോരല്ലോ. അത്ര കണ്ടാ പോരാ. ഞാൻ 88 lakhs rupees ആണ് ഇതിന്റെ പ്രൈസ്.
ഫ്രഷ് ഓൺ ദ റോഡ്. ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് അവിടെ ആക്ച്വലി നിങ്ങൾ ഇത് എങ്ങനെയാണ് സ്വന്തമാക്കിയത് ഈ വണ്ടി? സ്വന്തമാക്കിയത് എനിക്ക് 1 കോടി രൂപയുടെ ആസ്തി എനിക്ക് പെട്ടെന്നൊരു ഇതുണ്ടായിരുന്നു. 1 കോടി രൂപയുടെ ആസ്തി എനിക്ക് ആസ്തി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ജന്മനാളുള്ള ഒരു ഇതായിരുന്നു, ആഗ്രഹമായിരുന്നു. ജന്മനാലുള്ള ആഗ്രഹവും. നിസാൻ അർമഡ വിപണിയിൽ ഇറങ്ങിയിട്ട് ആകെ 5 വർഷമേ ആയിട്ടുള്ളൂ. അല്ല, അന്ന് എനിക്ക് വേറൊരു വണ്ടിയായിരുന്നു. അന്ന് ജന്മനാലുള്ള ടിവികളിൽ കണ്ട് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. എന്നപ്പോൾ അത് എനിക്ക് എടുക്കുന്ന ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടും കംഫർട്ടബിൾ ആണ് ഈ വണ്ടി കൊണ്ട്? പിന്നെ തീർച്ചയായും മൈലേജിനെ കുറിച്ചൊന്ന് പറയാമോ? മൈലേജ് അങ്ങനൊന്നും ഇല്ല. ഞാൻ പോകാൻ പറഞ്ഞ് ഇവിടെ വേണമെങ്കിൽ വരെയും പോയിക്കോളും. പിന്നെ ഇത് കണ്ടില്ലേ, വണ്ടിയുടെ നീളം കണ്ടില്ലേ? കണ്ടു. ഇതെന്താണ് ഇത് ബാക്കില് സ്ക്രാച്ച് ഉണ്ടല്ലോ, ഇതെല്ലാം എന്ത് പറ്റിയതാണ്? ആ 1 ഡേയിൽ ഒരു പ്രോബ്ലം പറ്റിയായിരുന്നു. എന്തുവാ അത്? ഞാൻ റിവേഴ്സ് എടുക്കാൻ നേരം ഞാൻ നിർത്തിയായിരുന്നു. അപ്പൊ വണ്ടി തനി അങ്ങ് പുറകോട്ട് പോയി. ഞാൻ ആവണമെന്ന് പറഞ്ഞു, വണ്ടി പോകല്ലേ. വണ്ടി തനി എന്നെ അനുസരിക്കാതെ വണ്ടി പോകണ്ടാണ്. വണ്ടി തനിയെ പോയി. തനിയെ റിവേഴ്സ് പോയി. ഞാൻ പറഞ്ഞു വണ്ടി നിൽക്കാൻ വേണ്ടി നിന്നില്ല. ആ അനുസരണൊക്കെ വേണ്ടി പറ്റിയതാണ്. ഇതിന് ബ്രേക്ക് ഇല്ലേ? ബ്രേക്ക് ചവിട്ടാമല്ലേ? ബ്രേക്ക് ഞാൻ എന്നെ അനുസരിക്കാതെ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് ഈ പറ്റിയ അബദ്ധം. പിന്നാണ് വണ്ടിയുടെ ഫുൾ സൈസ് കണ്ടില്ലേ, ക്ലാസ് നല്ല വെളുത്തിരിക്കും. നമുക്ക് മുഖമൊക്കെ കാണാം. കണ്ടില്ലേ, മുഖം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് നമുക്ക് മുഖം കാണാൻ പറ്റും. വണ്ടിയിൽ ഇതെന്ത് വണ്ടിയാണ്? ഇത് വണ്ടിയോ? ഇത് നമ്മൾ എപ്പോഴും ഒരു മുൻകരുതലുള്ളത് നല്ലതാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ, വണ്ടി പെട്രോൾ തീരുവാണെങ്കിൽ ഇതിൽ നമുക്ക് യാത്ര ചെയ്ത് പെട്രോൾ മേടിക്കാൻ പോകും. ഇത് വീൽ ചെയർ ആണ്. വീൽ ചെയർ ആണോ? ഓ, വീൽ ചെയർ ആണിത്. വീൽ ചെയർ പെട്രോൾ തീരുമ്പോൾ വീൽ ചെയർ ഇങ്ങനെ പോയി പെട്രോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തള്ളിവിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ മേടിക്കാം. അതോട് തിരിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഇതിന്റെ മൈലേജിനെ കുറിച്ച് നേരത്തെ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു മൈലേജ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല, ഞങ്ങൾ എവിടെ പോകാൻ പറഞ്ഞാൽ ഇത് പോയിക്കോളും. ഇടയ്ക്ക് ഒരു അനുസരണക്കാരി വണ്ടി കാണിക്കുന്നുണ്ട്. അതിന്റെ ഈ പോരായ്മയൊക്കെയാണ് കാണുന്നത്. കണ്ടില്ല, സൈഡ് കണ്ടില്ലേ, പെട്രോൾ തീരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കെയർ ആണ്. ഞാൻ വീൽചെയർ എത്തിച്ചിരിക്കുന്നത്. പോലീസ് വണ്ടി എല്ലാം വരുന്നുണ്ടല്ലോ. എവിടുന്ന്? നീ എന്നെ ആളെ പേടിപ്പിക്കുന്നത്? ഞാൻ ഇപ്പൊ ഓടിയതല്ലേ. എനിക്ക് എന്തിനാ ഓടിയോ? ആ വണ്ടിയുടെ ഉടമസ്ഥനാണല്ലോ മറ്റേ പറയാൻ വന്നത്. എടാ, നീ അടിച്ചോണ്ട് വന്നില്ല സർവീസ് സ്റ്റേഷനിൽ നിന്ന്? അത് പോലീസ് വന്നടാ. അടിച്ചോണ്ട് പോയത് നീയാന്ന് പറഞ്ഞ് പോലീസ് വന്നു. നിന്റെ കൂടെ എന്നാ ഫ്രണ്ടില്ലേ? ക്യാമറയൊക്കെ ആയിട്ട്. ഫ്രണ്ടോ? എടാ, ഫ്രണ്ടൊന്നും അല്ലടാ. അത് ഏതോ ഫാസ്റ്റ് ട്രാക്കാണ്, കീസ് ട്രാക്കാണ്, സാറേന്ന് വിളിച്ച് ക്യാമറ ഇട്ടു. പിന്നെ ഞാൻ വല്ലോ ഓർത്തോ? ഞാൻ പിന്നെ അങ്ങ് നിന്ന് കൊടുത്തു. അപ്പോഴല്ലേ ആ വണ്ടിയുടെ ഉടമസ്ഥൻ വന്നേ. ഞാൻ ഓർത്തു നീ കൂടെ വന്നപ്പോ ഞാൻ ഓർത്ത് പേടിച്ചു പോടാവേ. കുട്ടി കാണാനേ വാ, എല്ലാത്തിനും പണി കിട്ടി. വാ, പോയാ